നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള നൽകലിന്റെ ആനന്ദം അളവറ്റതാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ഒരു യാത്രക്കിടയിൽ നദീതീരത്ത് നിന്ന് അവർക്കൊരു തിളങ്ങുന്ന കല്ല് കിട്ടി. അവർ അതെടുത്ത് തന്റെ ബാഗിലിട്ടു. യാത്ര തുടരുന്നതിനിടയിൽ ഒരാൾ അവരോട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. കൈവശമുള്ള ഭക്ഷണം പങ്കുവയ്ക്കാനായി അവർ ബാഗ് തുറന്നപ്പോൾ അയാൾ തിളക്കമുള്ള കല്ല് കണ്ടു. അത് വളരെ മൂല്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ ഈ കല്ല് തനിക്ക് തന്നേക്കാമോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം പോലും മടിക്കാതെ അവർ ആ കല്ല് അയാളെ ഏൽപ്പിച്ചു. ആ കല്ലിന്റെ ബലത്തിൽ പടുത്തുയർത്തിയേക്കാവുന്ന സമൃദ്ധമായൊരു ജീവിതം സ്വപ്നം കണ്ട് അയാൾ സ്ഥലം വിട്ടു. ഏതാനും ദിവസം കഴിഞ്ഞ് അയാൾ ആ സ്ത്രീയെ കാണാനെത്തി. അയാൾ പറഞ്ഞു, കല്ല് തിരിച്ചു തരാനാണ് ഞാൻ വന്നത്. എന്തിനാണത് തിരിച്ചു തരുന്നത്? ഞാനത് വളരെ സന്തോഷത്തോടെയാണ് താങ്കൾക്ക് നൽകിയത്. അത് വളരെ വിലപിടിപ്പുള്ളതാണല്ലോ, അവർ പറഞ്ഞു. ഉവ്, അതിന്റെ മൂല്യം എനിക്കറിയാം. എന്നാലും എനിക്കത് തിരിച്ചു തരണം. ഇതിനേക്കാൾ മൂല്യമുള്ള മറ്റൊന്ന് നിങ്ങളുടെ പക്കലുണ്ട്, അതെനിക്ക് തരണം, അയാൾ പറഞ്ഞു. നിങ്ങൾ എന്ത് വേണമെന്നാണ് പറയുന്നത്? അവർ ചോദിച്ചു. അയാൾ തുടർന്നു, വിലപിടിപ്പുള്ള ഈ കല്ല് ഒരു മടിയുമില്ലാതെ എനിക്ക് നൽകാൻ പ്രേരിപ്പിച്ച ആ വികാരമുണ്ടല്ലോ, അതെനിക്ക് തരുമോ? അപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞു, ഓ, അത് നൽകലിന്റെ ആനന്ദമാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള നൽകലിന്റെ ആനന്ദം അത് അളവറ്റതാണ്. നൽകുന്നത് എത്ര ചെറിയ വസ്തുവാണെങ്കിലും അതിലൊരു ആനന്ദം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ആനന്ദത്തെ നമുക്കൊരു ശീലമാക്കാം. നമുക്ക് നമ്മെ പുതുക്കിയെടുക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.